മാനന്തവാടി മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്തത്. മാനന്തവാടി മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തും ചേർന്നാണ്. അപ്പം അതിൻ്റെ വോട്ട് ഷെയർ നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസ് മാനന്തവാടിയിൽ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. 72,000 വോട്ടുണ്ട്. 45% വോട്ട് കോൺഗ്രസ് പിടിച്ചു. LDF 58,000 വോട്ടോളം, 36%. NDA കാര്യമായ പ്രസൻസ് ഇല്ല, 12%, 20,000 വോട്ടുണ്ട്. അതേഴ്സ് 10,000 സ്വതന്ത്ര വോട്ട് അവിടെ വെളിയിലുണ്ട്. UDF 97 മെമ്പർമാരുള്ളപ്പോൾ LDF 62 ഉള്ളൂ. NDA 3, അതേഴ്സ് 3. ഇതാണ് മാനന്തവാടിയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിക്ചർ. നമുക്കതിൻ്റെ ചരിത്രം നോക്കാം. 2011 കോൺഗ്രസിൻ്റെ PK ജയലക്ഷ്മി മിനിസ്റ്ററായിരുന്നു. PK ജയലക്ഷ്മി ജയിച്ചപ്പോൾ 2016 CPM തിരിച്ചു പിടിച്ചു, LDF തിരിച്ചു പിടിച്ചു. OR കേളു അദ്ദേഹം ഇപ്പോൾ മിനിസ്റ്ററാണ്. അപ്പോൾ 2021 അദ്ദേഹം നിലനിർത്തി. PK ജയലക്ഷ്മിയെ തന്നെയാണ് അന്നൊന്നും കഴിഞ്ഞ തവണ 2 ടൈമിലും PK ജയലക്ഷ്മി തോപ്പിച്ചാണ് അദ്ദേഹം നിലനിർത്തുന്നത്. ഇത്തവണ അദ്ദേഹം തന്നെ സിറ്റിംഗ് MLA OR കേളു തന്നെയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഉഷാ വിജയനാണ്, BJPയുടെ P ശ്യാംരാജാണ്. ഇതിൽ ശ്യാംരാജ് ചെറുപ്പക്കാരനാണ്, അദ്ദേഹം കുറച്ച് വോട്ട് സ്വാധീനിക്കും. അപ്പോൾ ആരുടെ വോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത്രയധികം വോട്ട് 57,000, ഒരു 15,000-ഓളം വോട്ടിന് UDF ഫ്രണ്ടിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ. സ്വതന്ത്രത്തിൽ ചിലപ്പോൾ LDF സ്വതന്ത്രം കാണാം, പക്ഷെ എന്നാലും 10,000 കൂട്ടിയാലും UDFൻ്റെ അത്ര എത്തുന്നില്ല. അപ്പം ഭരണവിരുദ്ധ വികാരം വരും, മന്ത്രിയാണ്, അതുകൊണ്ട് കൂടുതൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം എന്തായാലും LDFൻ്റെ വോട്ട്സ് നല്ലപോലെ കുറയും. അതേപോലെ BJPയുടെ വോട്ട് കൂടും. BJPയുടെ വോട്ട് നല്ലൊരു ചെറുപ്പക്കാരൻ ആള് മിക്കവാറും അത് LDF ക്യാമ്പുകളിൽ നിന്നായിരിക്കും വരുന്നത്. ട്രൈബൽ മേഖലയിലാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും UDF ഒരു കൺവിൻസിങ് വിൻ എടുക്കും. മാനന്തവാടി അത് UDF തിരിച്ചു പിടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ മാനന്തവാടി UDF തിരിച്ചു പിടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. UDFന് ഇത്രയും വോട്ടുണ്ട്, 97 മെമ്പർമാരുണ്ട്. പിന്നെ ആക്ച്വലി UDFൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയി കഴിഞ്ഞു. UDF മാനന്തവാടി മണ്ഡലം UDFനൊപ്പം. അതാണ് എൻ്റെ അനാലിസിസ്.